നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരള സ്കൂൾ ശാസ്ത്രോത്സവം സംഘാടക സമിതി യോഗത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ നീക്കാൻ നിർദ്ദേശം. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത്. 25-നാണ് സംഘാടക സമിതി രൂപീകരണ യോഗം നടക്കാനിരുന്നത്. യോഗത്തിൽ അധ്യക്ഷനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നുവരുന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ കടുത്ത നിലപാടുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർ എടുത്തിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുകയാണ് വേണ്ടതെന്ന് CPM വൃത്തങ്ങൾ പ്രതികരിക്കുന്നുണ്ട്. രസതന്ത്ര ശാസ്ത്രജ്ഞൻ ഡോക്ടർ CG രാമചന്ദ്രൻ നായർ അന്തരിച്ചു. നെടുമങ്ങാടിന് സമീപത്തെ വൃദ്ധസദനത്തിലാണ് അവസാനം കഴിഞ്ഞിരുന്നത്. സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കമ്മിറ്റി ചെയർമാനായിരുന്നു. 1932-ൽ ആലുവ കുറ്റിപ്പുഴയിൽ ജനനം. കേരള യൂണിവേഴ്സിറ്റി രസതന്ത്ര വിഭാഗം തലവൻ, സയൻസ് ഫാക്കൽറ്റി ഡീൻ, അൽജിയസിൽ യൂണിയൻ പ്രൊഫസർ, UGC ഫെലോ എമിറേറ്റ്സ്, VSC വിസിറ്റിംഗ് കൺസൾട്ടന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ജർമ്മനിയിലെ മാക്സ് പലാങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ്, സ്വദേശി ശാസ്ത്ര പുരസ്കാരം, ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. കുറ്റ്യാട്ടൂരിൽ യുവതിയെ മണ്ണെണ്ണ ഒഴിച്ച് തീവെച്ച് കൊലപ്പെടുത്തിയ യുവാവ് മരിച്ചു. പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന പെരുവളത്തുപറമ്പ് കുട്ടാവ് സ്വദേശി ജിജേഷാണ് മരിച്ചത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് കുറ്റ്യാട്ടൂർ ഉരുവച്ചാലിലെ പ്രവീണയുടെ വീട്ടിലെത്തി യുവതിക്ക് നേരെ ജിജേഷ് ആക്രമണം നടത്തിയത്. ആക്രമണത്തിനിടെ ജിജേഷിന് 50% പൊള്ളലേറ്റിരുന്നു. ബുധനാഴ്ച ഉച്ചയോടെ യുവതി താമസിക്കുന്ന വീട്ടിലേക്ക് എത്തിയ പ്രതി യുവതിയെ ആക്രമിക്കുകയായിരുന്നു. സംഭവം നടക്കുമ്പോൾ പ്രവീണയും പിതാവുമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. വെള്ളം ചോദിച്ചാണ് ജിജേഷ് വീട്ടിനുള്ളിൽ പ്രവേശിച്ചത്. ഇതിനുശേഷം യുവതിയെ തീ കൊളുത്തുകയായിരുന്നു. കൊല്ലത്ത് വാഹനാപകടത്തിൽ 2 പേർക്ക് ദാരുണാന്ത്യം. നിയന്ത്രണം വിട്ട കാർ മതിലിടിച്ചാണ് അപകടമുണ്ടായത്. റോഡുവിള സ്വദേശി മുഹമ്മദ് അലി, കരിങ്ങന്നൂർ സ്വദേശി അമ്പാടി സുരേഷ് എന്നിവരാണ് മരിച്ചത്. രാത്രി 11:30-ഓടെയാണ് അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ യുവാക്കളെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കാറിൽ ഇവരുടെ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് അക്സന് ഗുരുതരമായി പരിക്കേറ്റു. ഇയാളെ ചികിത്സയ്ക്കായി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. തൃശൂരിലെ വോട്ട് കൊള്ള സുരേഷ് ഗോപിയുടെ സഹോദരന്റെ മൊഴിയെടുക്കും. N പ്രതാപന്റെ പരാതിയിലാണ് സുഭാഷ് ഗോപിയുടെ മൊഴിയെടുക്കുക. അന്വേഷണത്തിൽ നിയമോപദേശം കാത്തിരിക്കുകയാണ് പോലീസ്. കഴിഞ്ഞ 12-നാണ് TN പ്രതാപൻ വിഷയത്തിൽ പോലീസിൽ പരാതി നൽകിയത്. കഴിഞ്ഞ ദിവസം TN പ്രതാപന്റെ മൊഴിയെടുത്തിരുന്നു. വ്യാജരേഖകൾ ചമച്ച് വോട്ട് ചേർത്തുവെന്ന് ആരോപിച്ച TN പ്രതാപൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ പരാതി നൽകി. സുരേഷ് ഗോപിയുടെ സഹോദരനായ സുഭാഷ് ഗോപി ഉൾപ്പെടെ മൂക്കാട്ടുകരയിൽ നിയമവിരുദ്ധമായി 11 വോട്ടുകൾ ചേർത്തുവെന്നാണ് TN പ്രതാപന്റെ പരാതി.